ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. ഈ കാണുന്ന സംഭവങ്ങളൊന്നും കേരളത്തിലല്ല കേട്ടോ. കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെ അല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേരളത്തെ പറ്റി. കാരണം ചൂടിന് അമിതമായ ചൂടില്ല, തണുപ്പിന് അമിതമായ തണുപ്പില്ല, ആവശ്യത്തിനുള്ള കാലവർഷവും. ഇതെല്ലാം കൂടി കലർന്നുള്ള പച്ചപ്പും മരങ്ങളും എല്ലാം കൂടി കലർന്നുള്ള 42 നദികളുള്ള സുന്ദരമായ കേരളം. ആ കേരളത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ കണ്ടില്ലേ, മഞ്ഞുകാലം വന്നപ്പോൾ വീടിൻ്റെ മുകളിലും വീടിൻ്റെ മുറ്റത്തും സർവത്ര മഞ്ഞ്. ഈ മഞ്ഞിനെയെല്ലാം തൂത്തുവാരി കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം ഇവർക്ക് കാറോടിച്ച് പോകാൻ. കുറേ നാളത്തേക്ക് ഇവർ ഈ മഞ്ഞിൽ കൂടി തന്നെ ജീവിക്കുകയാണ്. എന്നിട്ട് ഇവർ അത് സുന്ദരമാക്കിയിരിക്കുകയാണ്, സ്വർഗം പോലെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ അവരുടെ ആ പ്രകൃതിയോട് യുദ്ധം ചെയ്തിട്ട് അവരാ സ്ഥലങ്ങളൊക്കെ എത്രയോ ഭംഗിയാക്കിയിരിക്കുന്നു അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കേരളം ഇന്ന് കുപ്പത്തൊട്ടി പോലെ ആക്കുകയാണ്. വേസ്റ്റുകളും തുപ്പലും മൂത്രമൊഴിക്കലും വഴിയിൽ മൂത്രമൊഴിക്കലും, അതുപോലെ വണ്ടികളുടെ പൊല്യൂഷൻ, അതുപോലെ എല്ലാ സ്ഥലത്തും ആ സുന്ദരമായ കേരളം നമുക്ക് കിട്ടിയിട്ട് അതിനൊന്ന് തേച്ച് മിനുക്കി കൊണ്ടുനടക്കാൻ നമുക്കോ നമ്മൾ ഏൽപ്പിക്കുന്ന ഭരണകർത്താക്കൾക്കോ ഒരു ചിന്ത പോലുമില്ല. പുഴയൊക്കെ കണ്ടില്ലേ, നല്ല ബീച്ചായിട്ടിരിക്കുന്ന പുഴയാണ്. ആ പുഴയൊക്കെ മണലെടുത്ത് നശിപ്പിച്ചു. ഇപ്പോൾ പുഴയിലൊന്നും ഇറങ്ങി കുളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. നമുക്ക് എത്ര നല്ല നദികളാണ് നമുക്കുള്ളത്. അതൊന്നും മനസ്സിലാക്കാതെ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കും നിങ്ങൾ. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. എന്നിട്ട് അവർ എത്ര വൃത്തിയായിട്ടാണ് അവരുടെ ആ സ്ഥലങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. ഒരു വേസ്റ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അതുപോലെ ക്ലീൻ സിറ്റിയായിട്ട് കൊണ്ടു നടക്കുന്നവർ. നമ്മൾ വീടിൻ്റെ അകം ശുദ്ധിയാക്കുന്ന പോലെ തന്നെ നമ്മുടെ റോഡും പരിസര പ്രദേശങ്ങളും ശുദ്ധിയാക്കി തന്നെ മുന്നോട്ട് പോകണം. കാരണം ഒരു റോഡിൻ്റെ പക്കത്തൊക്കെ ആളുകൾ വേസ്റ്റ് കൂടുന്നിടുന്നതൊക്കെ അത് നിർത്തണം. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റും അതിന് മുന്നിട്ട് ഈ വേസ്റ്റ് സംസ്കരണമാണ് നമ്മുടെ പഞ്ചായത്തിലും ഗ്രാമപ്രദേശങ്ങളിലും മുനിസിപ്പാലിറ്റികളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമെന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓരോ പ്രോജക്റ്റുകൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ പരിസരങ്ങൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു ചിന്ത പുതിയ തലമുറയ്ക്കും കൊടുക്കണം. ഒരു സ്കൂൾ തലത്തിലും തന്നെ അത് പഠിപ്പിച്ചു കൊണ്ടുവരണം. നമ്മുടെ മുതിർന്ന ആളുകൾക്കൊക്കെ അത് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. എവിടെയും വൃത്തിയാക്കി കിടക്കുന്നില്ല. നമ്മുടെ ഓരോ പ്രോജക്റ്റുകൾ ഏത് കാര്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് തുടക്കം നല്ല ഉഷാറായിരിക്കും, പിന്നെ അത് ആരും തിരിഞ്ഞു നോക്കാതെ ആകെ നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു നല്ലൊരു മെസ്സേജ് എല്ലാ ആളുകൾക്കും ഉണ്ട്. നമ്മുടെ പരിസരം നമ്മുടെ തന്നെയാണ്, അത് നമ്മൾ ശുദ്ധിയായിട്ട് കൊണ്ടെടുക്കണം. അത് ഇവരെയൊക്കെ ആ കാര്യത്തിൽ മാതൃകയാക്കേണ്ടതാണ് നമ്മൾ. ഇപ്പം തന്നെ ഒരുപാട് പരാതികൾ വിദേശത്തുനിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ ആളുകളല്ലാതെ ചെയ്യുന്നത് ഉത്തരേന്ത്യയിൽപ്പെട്ട ആളുകളും ഈ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലുള്ള ആളുകൾ മുറുക്കിത്തൊപ്പി ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അവിടെ ഒരുപാട് ആളുകൾ ജോലിക്കൊക്കെ ചെന്ന് വിദ്യാർത്ഥികളൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ റോട്ടിൽ തുപ്പിയിട്ടാണ് അത് കാണിക്കുകയാണ് അവർ വീഡിയോകൾ. ഇന്ത്യക്കാരുടെ ഒരു മോശകരമായ സ്വഭാവം അത് നമ്മുടെ ഈ മലയാളികൾക്ക് അങ്ങനെ മുറുക്കി തുപ്പുന്ന സ്വഭാവം ഇല്ല. അത് ശരിക്കും ഉത്തരേന്ത്യക്കാരാണ്. അപ്പോൾ ഇന്ത്യക്കാർക്കാണ് വളരെ മോശം വരുന്നത്. അതുമാത്രം നമ്മളിത് ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ ഭാഗങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളൊരു ചിന്ത, ഇവരിലുള്ള ചിന്ത നമ്മൾ അത് പകർത്തിയെടുക്കണം. കണ്ടില്ലേ, ഇത്രയും ശക്തമായ മഞ്ഞുണ്ടായിട്ട് അവർ ക്ലീൻ ചെയ്ത് ആ സ്ഥലം സ്വർഗമാക്കിയിരിക്കുകയാണ്. അത് ആ ഒരു ജനതയുടെ ഒരു യുദ്ധം തന്നെയാണ്, പ്രകൃതിയോടുള്ള ഒരു യുദ്ധം തന്നെയാണ് അവർ. നമുക്ക് അത്ര യുദ്ധം ചെയ്യേണ്ട ആവശ്യം